അടുത്ത കാലത്തായി ആത്മഹത്യകൾ മഹത്വീകരിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. നിസാരമായ കാര്യങ്ങളുടെ പേരിൽ പോലും പലരും ആത്മഹത്യ ചെയ്യുന്നു. അച്ഛൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ മകൾ പോയി ആത്മഹത്യ ചെയ്യുന്നു. മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു. അധ്യാപകൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഭർത്താവ് ഭാര്യയെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനെ പരസ്യമായി ശാസിച്ചതിൻ്റെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ നിരവധിയായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യകൾ നടക്കുന്നത്. അല്ലെങ്കിൽ തനിക്ക് അവമാനകരമായ രീതിയിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചു ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ഒരു ആത്മഹത്യക്ക് മതിയായ കാരണങ്ങളാണോ? അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി വേറൊരാളാകുമോ പൂർണ്ണമായിട്ടും? ഒരാളെ കൊല്ലാം, പക്ഷെ ഒരാളെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ആത്മഹത്യ ചെയ്യുന്നതിൽ ഭൂരിഭാഗവും വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ എഴുതി വെച്ചിട്ടാണ് എൻ്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വം ഇന്നയാളാണ്. അപ്പോൾ അതിൽ മറ്റൊരു ഉദ്ദേശം അതിനകത്തുണ്ട്. താൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന മറ്റേയാളെ ഒരു പാഠം പഠിപ്പിക്കുക, അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, അയാളെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്ന പലരും വളരെ നിസ്സാരമായി ആരെങ്കിലുമായി ഒരു അല്പസമയം ഒന്ന് സംസാരിച്ചാൽ തീരേണ്ട വിഷയമേ ഉള്ളൂ. പെട്ടെന്നുണ്ടാകുന്ന മാനസിക വിക്ഷോഭം, മാനസികമായ സുസ്ഥിതി നഷ്ടപ്പെടുന്ന ആ അവസ്ഥയിൽ നിന്നാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ ആത്മഹത്യക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുകയും ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിന് ഉത്തരവാദി വേറൊരാളാണ് എന്ന വിധത്തിൽ വേറൊരാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന സ്ഥിതി വന്നാൽ, ആരെയും ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, ആർക്കിട്ടും ഒരു പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാൽ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്തുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം വേറൊരാൾക്ക് കൊടുത്താൽ അയാൾക്ക് ശിഷ്ടകാലം നല്ല അനുഭവം കിട്ടിക്കൊള്ളും. ആ രീതിയിലും ആത്മഹത്യ ചെയ്യാൻ കഴിയും. അപ്പോൾ സമൂഹം ഈ ആത്മഹത്യക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുകയും ആത്മഹത്യ ചെയ്യുന്നവരുടെ പക്ഷത്ത് മാത്രമായി ആളുകൾ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മഹത്യയും ആത്മഹത്യാ ശ്രമവും ഇന്ത്യൻ ന്യായ സംഹിത അനുസരിച്ച് ശിക്ഷാർഹമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നും ആത്മഹത്യ ചെയ്തുകൊണ്ട് വേറൊരാളെ ഉപദ്രവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല എന്നും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണെന്നും ആത്മഹത്യ ചെയ്താൽ തനിക്ക് തന്നെയാണ് നഷ്ടമെന്നും ഓരോരുത്തരും മനസ്സിലാക്കിയാൽ ആത്മഹത്യകളുടെ എണ്ണം കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധിയോളം, എല്ലാമല്ല ഞാനീ പറയുന്നത്.